എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 മാച്ച് വീക്ക് 5 അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഒരുപിടി ആവേശ പോരാട്ടങ്ങൾ നിറഞ്ഞ റൈവൽറി വീക്ക് എന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്ന ഒരു മത്സര ആഴ്ചയായിരുന്നു കടന്നു പോയത്. അപ്പോൾ IPL 2024 5ാം മത്സര ആഴ്ചയിലെ മികച്ച പ്രകടനം പുറത്തെടുത്ത 10 ബാറ്റർമാരുടെ പവർ റാങ്കിങ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആ ഒരു പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവസാന സ്ഥാനത്ത് തുടങ്ങാം. 10ാം സ്ഥാനത്ത് ഫാഫ് ഡുപ്ലസി എന്ന RCB നായകനാണ്. മുംബൈക്കെതിരെ RCB പരാജയപ്പെട്ട പോരാട്ടത്തിൽ തുടരെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി ടീമിന് അന്നൊരു മികച്ച പ്രകടനം കാഴ്ച അല്ലെങ്കിൽ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് തന്നെയായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഫാഫ് ഡുപ്ലസി അന്ന് മുംബൈക്കെതിരെ കാഴ്ചവെച്ചത്. 40 പന്തിൽ 61 റൺസായിരുന്നു അന്ന് ഫാഫ് എടുത്തത്. 9ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവാണ്. ഇതേ പോരാട്ടത്തിൽ RCBക്കെതിരെ പോരാട്ടത്തിൽ മുംബൈക്ക് വേണ്ടി IPL 2027 തൻ്റെ 2ാം മത്സരത്തിൽ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി ഫാസ്റ്റസ്റ്റ് 50 തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 19 പന്തുകൾ നേരിട്ട താരം 52 റൺസ് എടുത്താണ് പുറത്തായത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം മുംബൈയുടെ ചേസിങ്ങിലേക്കും വളരെ സഹായകമായി. 8ാം സ്ഥാനത്ത് ദിനേഷ് കാർത്തിക് ആണ്. ഇതേ പോരാട്ടം മുംബൈക്കെതിരെ അതേ മത്സരത്തിൽ ഫാഫ് ഡുപ്ലസി ആദ്യം റൺ നിരക്ക് ഉയർത്തിയെങ്കിൽ അവസാന ഓവറിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു വെടിക്കെട്ട് DKയുടെ ഒരു വെടിക്കെട്ട് പ്രകടനം ജസ്പ്രീത് ബുംറയ്ക്കടക്കം നല്ല മികച്ച ഫോമിൽ എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുംബൈ ബൗളർമാർക്ക് മേൽ കടന്നാക്രമിച്ച ദിനേഷ് കാർത്തിക്കിൻ്റെ ഒരു പ്രകടനമായിരുന്നു അന്ന് RCBക്ക് 190 മുകളിൽ ഒരു ടോട്ടൽ ഉയർത്താൻ സഹായകമായത്. 7ാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലാണ്. രാജസ്ഥാൻ റോയൽസിനെതിരായ ഒരു പോരാട്ടത്തിൽ മികച്ച ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് തന്നെയായിരുന്നു. അല്പം മെല്ലപ്പോക്കായിരുന്നെങ്കിൽ പോലും ഒരു 72 റൺസ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നു മത്സരത്തിൽ ഗുജറാത്ത് ജയിച്ച പോരാട്ടത്തിൽ. 6ാം സ്ഥാനത്ത് ജെയ്ക്ക് ഫ്രേസർ മഗ്ഗർക്ക് എന്ന ഓസ്ട്രേലിയൻ യുവതാരമാണ്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഇത്തവണ ലുങ്കി എൻകിഡിക്ക് പകരം IPLലേക്ക് തൻ്റെ അരങ്ങേറ്റ സീസണിൽ വന്ന താരം തൻ്റെ ഡെബ്യൂ മാച്ചിൽ തന്നെ ലക്നൗ സൂപ്പർ ജയൻസിന് എതിരായ തൻ്റെ ഡെബ്യൂ IPL അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറിയോട് കൂടിയായിരുന്നു തുടങ്ങിയത്. 55 റൺസായിരുന്നു നേടിയത്. ഒപ്പം വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റും ഉണ്ടായിരുന്നു. നേരിട്ട് ആദ്യ പന്ത് മുതൽ തന്നെ അദ്ദേഹത്തിന് ബൗണ്ടറികൾ അടിക്കാനുള്ള ആ ഒരു അഗ്രസീവ് മൈൻഡും അന്ന് നമ്മൾ കളിക്കളത്തിൽ കണ്ടതായിരുന്നു. 5ാം സ്ഥാനത്ത് സഞ്ജു സാംസൺ എന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ മലയാളി നായകനാണ്. അദ്ദേഹം ശരിക്കും പറയുക ഒരു സീസണിൽ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ കളിച്ച 6 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിലും അദ്ദേഹം തന്നെ അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു പോരാട്ടത്തിൽ രാജസ്ഥാൻ്റെ ഒരു മികച്ച ആദ്യ പവർ പ്ലേയിൽ തന്നെ രാജസ്ഥാൻ്റെ മികച്ച ഓപ്പണർമാരായ ജയ്സ്വാളും ബട്ട്ലറും അടങ്ങിയപ്പോൾ റിയാൻ പരാഗിനൊപ്പം ഒരു മികച്ച ഇന്നിങ്സ് അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. 68 റൺസായിരുന്നു അന്ന് അദ്ദേഹം നേടിയത്. തൻ്റെ സീസണിലെ 3ാം അർദ്ധ സെഞ്ചുറി ആയിരുന്നു. 4ാം സ്ഥാനത്ത് റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിൻ്റെ മറ്റൊരു യുവതാരം അന്ന് ഗുജറാത്തിനെതിരായ ഒരു പോരാട്ടത്തിൽ ക്യാപ്റ്റനുമൊത്ത് ഒരു മികച്ച ഇന്നിങ്സ് അന്ന് അദ്ദേഹവും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം മികച്ച ഒരു ഫോമിൽ തന്നെയാണ് ഈ ഒരു സീസണിൽ അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3ാം അർദ്ധ സെഞ്ചുറി ആയിരുന്നു ഗുജറാത്തിനെതിരെ കുറിച്ചത്. ഒപ്പം ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിൽ 2ാം സ്ഥാനത്തുണ്ട് റിയാൻ പരാഗ്. 3ാം സ്ഥാനത്ത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഇന്ത്യയുടെ യുവതാരമാണ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള താരം. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തന്നെ IPL ഡെബ്യൂ സീസണാണിത്. മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പഞ്ചാബ് കിങ്സിനെതിരെ പോരാട്ടത്തിൽ നമുക്ക് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ഹൈദരാബാദിൻ്റെ വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് തകർന്നപ്പോൾ നിതീഷ് കുമാറിൻ്റെ ആ ഒരു വീരോചിത ഇന്നിങ്സ് തന്നെയായിരുന്നു അന്ന് ഹൈദരാബാദിനെ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത്. തൻ്റെ 20 IPL ചരിത്രത്തിൽ ഒരേ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിക്ക് നേടുകയും അതേ മത്സരത്തിൽ തന്നെ ഒരു വിക്കറ്റ് നേടുകയും എന്ന ആദ്യത്തെ 20 വയസ്സിൽ താഴെയുള്ള യുവതാരം എന്ന റെക്കോർഡും ഇപ്പോൾ നിതീഷ് കുമാറിന് സ്വന്തമാണ്. 2ാം സ്ഥാനത്ത് ഫിൽ സോൾട്ടാണ്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ സൺഡേ ക്ലാഷിൽ KKR ജയിച്ച പോരാട്ടത്തിൽ ഒരു മികച്ച ചേസിലേക്ക് അവരെ കൊണ്ടെത്തിച്ച താരമായിരുന്നു ഫിൽ സോൾട്ട് എന്ന ഇംഗ്ലണ്ട് ഓപ്പണർ. ജേസൺ റൂയ്ക്ക് പകരം ഇത്തവണ KKR കൂടാരത്തിലേക്ക് എത്തിച്ച താരം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. LSCക്കെതിരെ 14 4 3 6 ഉൾപ്പെടെ 89 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്താവുന്നത്. വളരെ മികച്ച ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഫിൽ സോൾട്ട് കാഴ്ചവെച്ചത്. ഇനി 1ാം സ്ഥാനം മറ്റാരുമല്ല ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ്. ചെന്നൈക്കെതിരെ ക്ലാഷ് ഓഫ് ടൈറ്റൻസ് പോരാട്ടത്തിൽ ഒരു മികച്ച സെഞ്ചുറി അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ചെന്നൈ ഉയർത്തി 206 എന്ന ഒരു കൂറ്റൻ സ്കോർ പിന്തുടർന്ന മുംബൈ ശരിക്കും ഒരു
20 റൺസിനാണ് പരാജയപ്പെടുന്നത്. രോഹിത്തിൻ്റെ ആ ഒരു സെഞ്ചുറി ഇന്നിങ്സ് ഇല്ലാതെ ഒരു പക്ഷേ വൻ തകർച്ചയിലേക്ക് തന്നെയായിരുന്നു മുംബൈ ബാറ്റർമാർ അല്ലെങ്കിൽ മുംബൈ ടീം പോയിരുന്നത്. മറ്റുള്ള ബാറ്റർമാരെല്ലാം പെട്ടെന്ന് മടങ്ങുമ്പോൾ രോഹിത് ശർമ്മയുടെ ആ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു, ഇന്ത്യൻ നായകൻ്റെ ആ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു അന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ചൊരു ചേസിലേക്ക് കൊണ്ടെത്തിച്ചതും. 11 4-ഉം 5 6-ഉം ഉൾപ്പെടെയായിരുന്നു 105 എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഞ്ചുറി. ഈ ഒരു IPL സീസണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി അദ്ദേഹം കുറിച്ചതും. സോ ഇതാണ് IPL 2024 5-ാം മത്സരാഴ്ചയിലെ മികച്ച പ്രകടനം പുറത്തെടുത്ത ടോപ്പ് 10 ബാറ്റേഴ്സ് പവർ റാങ്കിങ്.